ഹായ് ഫ്രണ്ട്സ്, ഇൻസൈറ്റ് അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അംശബന്ധവും അനുപാതത്തിലെ പാർട്ട് 3 ആണ്. ഒന്നാമത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലഭ്യമാണ്. ദയവ് ചെയ്ത് ഒന്നാമത്തെയും രണ്ടാമത്തെ പാർട്ട് കണ്ടതിന് ശേഷം പാർട്ട് 3ലേക്ക് വരിക. എന്തെന്നാൽ പാർട്ട് 1ലും പാർട്ട് 2ലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വയസ്സും അംശബന്ധവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. രണ്ട് സംഖ്യകൾ 3:4 എന്ന അംശബന്ധത്തിലാണ്. സംഖ്യകളോട് 10 വീതം കൂട്ടിയാൽ അവ 5:6 എന്ന അംശബന്ധത്തിലാകും എങ്കിൽ സംഖ്യകളിൽ വലുത് ഏത്? സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 3:4 എന്ന് തന്നിട്ടുണ്ട്. സംഖ്യകളോട് 10 വീതം കൂട്ടുന്നു, അതായത് ഇവിടുത്തെ സംഖ്യയോടും ഇവിടുത്തെ സംഖ്യയോടും 10 വീതം കൂട്ടുമ്പോൾ പുതിയൊരു അംശബന്ധമായി 5:6 ആയി മാറുന്നു. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 10 ആണ്. ഈ 10 എന്ന് പറയുന്ന സംഖ്യക്ക് തൊട്ട് താഴെ 10ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ ഇട്ട് കൊടുക്കുക. 10ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. 3 നമുക്ക് ഇടാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? 3 എന്ന് പറയുന്നത് സംഖ്യകളിൽ ചെറുതാണ്. 4 ഇടാൻ പറ്റില്ല. 4 എന്ന് പറയുന്നത് എന്താണ്? സംഖ്യകളിൽ വലുതാണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 ഇടാൻ പറ്റില്ല. 7 എന്ന് പറയുന്നത് സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കിട്ടുന്ന സംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള റേഷ്യോ ആണ്. തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1 ആണ്. 1 ഇടാൻ സാധിക്കില്ല. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസത്തിന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ ആണ് 1. ഇവിടെ നോക്കാം, 5 ഇടാൻ പറ്റില്ല. എന്തുകൊണ്ട്? 5 എന്ന് പറയുന്നത് ഇവിടുത്തെ സംഖ്യയുടെ കൂടെ 10 കൂട്ടി കിട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും 5 എന്ന് പറയുന്ന അംശബന്ധം. 6 നമുക്ക് ഇടാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ 10ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ എന്താണെന്ന് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഞാൻ 40 എന്ന് പറയുന്ന മറ്റൊരു സംഖ്യ എടുത്തു. ഇവിടെ ഞാൻ 60 എന്ന് പറയുന്ന വേറൊരു സംഖ്യ എടുത്തു. ഞാൻ സംഖ്യകളോട് 10 വീതം കൂട്ടുന്നു, അതായത് 40ന്റെ കൂടെയും ഞാൻ 10 കൂട്ടി, 60ന്റെ കൂടെയും ഞാൻ 10 കൂട്ടി. അപ്പോൾ ഈ 40ന്റെ കൂടെ 10 കൂട്ടുമ്പോൾ എനിക്ക് 50 എന്ന് കിട്ടുന്നു. 60ന്റെ കൂടെ 10 കൂട്ടുമ്പോൾ എനിക്ക് ഇവിടെ 70 എന്ന് കിട്ടുന്നു. അപ്പോൾ നമ്മൾ 10 ആണ് കൂട്ടിയത്. നോക്കാം, 10 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 50ൽ നിന്ന് 40 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക. ഇവിടെ നോക്കാം, 70ൽ നിന്ന് 60 കുറയ്ക്കുമ്പോഴാണ് 10 കിട്ടുക. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സംഖ്യയിൽ നിന്ന് ഈ സംഖ്യ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും 10 എന്ന് പറയുക. അപ്പോൾ 10ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ സംഖ്യയിൽ നിന്ന് ഇവിടുത്തെ സംഖ്യ കുറയ്ക്കുന്നു. അതായത് 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടുന്നു. ഇവിടെ നോക്കാം, 6ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നു? 2 കിട്ടുന്നു. അപ്പോൾ 10ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. 2 ആണ്. അപ്പോൾ അത് തൊട്ട് താഴേക്ക് കൊടുക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ സംഖ്യ ആയിരുന്നുവെങ്കിൽ നമ്മൾ 3 കൊണ്ട് ഗുണിക്കുമായിരുന്നു. സംഖ്യകളുടെ തുകയാണെങ്കിൽ 2 കൂടെ കൂട്ടി 7 കൊണ്ട് ഗുണിക്കുമായിരുന്നു. സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമായിരുന്നുവെങ്കിൽ 2ന്റെ ഡിഫറൻസ് എടുത്ത് 1 കൊണ്ട് ഗുണിക്കുമായിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വലിയ സംഖ്യ ആയതുകൊണ്ട് വലിയ സംഖ്യയ്ക്ക് ആനുപാതികമായ റേഷ്യോ 4 ആണ്. നമ്മൾ 4 കൊണ്ട് ഗുണിക്കുന്നു. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 5 കിട്ടുന്നു. 5 ഗുണനം 4 എന്ന് പറയുന്നത് 20. ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 20. സംഖ്യകളിൽ വലുത് നമുക്ക് 20 എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ അംശബന്ധവും വയസ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് PSൽ കേൾക്കുമെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മകന്റെയും അച്ഛന്റെയും വയസ്സുകൾ 3:5 എന്ന അംശബന്ധത്തിലാണ്. 20 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകൾ 5:7 ആകും എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എന്ത്? ഇവിടുത്തെ അംശബന്ധം മകന്റെയും അച്ഛന്റെയും വയസ്സുകൾ 3:5 എന്ന അംശബന്ധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകൾ 5:7 എന്ന അംശബന്ധത്തിലാകുന്നു. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഈ വയസ്സിൽ നിന്ന് ഈ വയസ്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 20 കിട്ടുക. 20 എന്ന് പറയുന്നത് ഈ രണ്ട് വയസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ 20ന് തൊട്ട് താഴെ 20ന് ആനുപാതികമായിട്ട് റേഷ്യോ കൊടുക്കാം. നോക്കാം, ഈ അംശബന്ധത്തിൽ നിന്ന് ഈ അംശബന്ധം കുറയ്ക്കുമ്പോൾ നമുക്ക് 2 കിട്ടുന്നു. 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ അവിടെയും 2 കിട്ടുന്നു. അതായത് 20 എന്ന് പറയുന്ന സംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണോ അതുകൊണ്ട് ഗുണിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അച്ഛന്റെ പ്രായമായിരുന്നുവെങ്കിൽ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചേനെ. മകന്റെയും അച്ഛന്റെ വയസ്സുകളുടെ തുകയാണെങ്കിൽ നമ്മൾ 2 കൂടെ കൂട്ടി 8 കൊണ്ട് ഗുണിച്ചേനെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മകന്റെയും വയസ്സുകൾ തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ നമ്മൾ 2 കൂടെ മൈനസ് ചെയ്തിട്ട് 2 കൊണ്ട് ഗുണിച്ചേനെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവിടെ എന്താണ്? മകന്റെ വയസ്സാണ്. മകന്റെ വയസ്സായതുകൊണ്ട് മകന്റെ വയസ്സിന് ആനുപാതികമായിട്ട് റേഷ്യോ 3 കൊണ്ട് ഗുണിക്കുന്നു. നമുക്ക് ആൻസർ ആയി. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടുന്നു. 10 ഗുണനം 3 30 എന്ന് കിട്ടുന്നു. അതായത് മകന്റെ വയസ്സ് നമുക്ക് 30 വയസ്സ് എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ:
രാജുവിന്റെയും രാമുവിന്റെയും ഇപ്പോഴത്തെ വയസ്സുകൾ 8:11 എന്ന അംശബന്ധത്തിലാണ്. 9 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകൾ 11:18 എന്ന അംശബന്ധത്തിലാകുമെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അവരുടെ പ്രായങ്ങളുടെ തുക എന്ത്, നാലാമത്തെ ക്വസ്റ്റ്യൻ 9 വർഷങ്ങൾക്ക് ശേഷമുള്ള രാജുവിന്റെ പ്രായം എന്ത്. അംശബന്ധം രാജുവിന്റെയും രാമുവിന്റെയും ഇപ്പോഴത്തെ വയസ്സുകളാണ് 8:15 എന്ന അംശബന്ധം. 9 വർഷം കഴിയുമ്പോൾ ഇതിന്റെ കൂടെ 9 വയസ്സ് കൂട്ടുമ്പോൾ 9 വർഷം കഴിയുമ്പോൾ 9 വയസ്സ് കൂടുന്നു എന്നാണ്. 9 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകൾ 11:18 എന്ന അംശബന്ധത്തിലാകും. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? രാജുവിന്റെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം ഈ 9 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഹിന്റ് എന്ന് പറയുന്നത്. 9 നമ്മൾ എഴുതി, 9ന് തൊട്ട് താഴെ 9ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ ഇട്ട് കൊടുക്കുക. നമുക്കറിയാം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ വയസ്സിൽ നിന്ന് ഈ വയസ്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 9 കിട്ടുക, 9 എന്ന് പറയുന്ന ഡിഫറൻസ് കിട്ടുക. അപ്പോൾ 11 - 8 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടുന്നു. 18 - 15 ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും 3 എന്ന് കിട്ടുന്നു. അപ്പോൾ 9 എന്ന് പറയുന്ന സംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 ആണ്. അതുകൊണ്ട് 9ന് തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ഇടുന്നു. നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായം അല്ലെ. രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 8:15 ആണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? ഇപ്പോഴത്തെ രാജുവിന്റെ പ്രായത്തിന് ആനുപാതികമായ റേഷ്യോ 8 ആണ്. നമ്മൾ 8 കൊണ്ട് ഗുണിക്കുന്നു. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 പ്രാവശ്യം കിട്ടുന്നു. 3 × 8 എന്ന് പറയുന്നത് നമുക്ക് 24 എന്ന് കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 24 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്ത്? തന്നിരിക്കുന്ന ഹിന്റ് എന്ന് പറയുന്നത് 9 തന്നെയാണ്. 9ന് തൊട്ട് താഴെ 9ന് ആനുപാതികമായിട്ട് റേഷ്യോ ഞാൻ കൊടുത്തു. എന്താണ്? 3 കൊടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? രാമുവിന്റെ പ്രായമായതുകൊണ്ട് രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായമാണ്. രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം എന്താണ്? 15 ആണ്. 15 കൊണ്ട് ഗുണിക്കുന്നു, ആൻസർ ആയി. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 3 എന്ന് കിട്ടുന്നു. 3 × 15 45 എന്ന് കിട്ടുന്നു. അപ്പോൾ രാമുവിന്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് 45 എന്ന് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ പ്രായങ്ങളുടെ തുകയാണ്. ഇവരുടെ പ്രായങ്ങളുടെ തുക എന്ന് പറയുന്നത് രാജുവിന്റെയും രാമുവിന്റെയും ഇപ്പോഴത്തെ പ്രായങ്ങളുടെ തുകയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് രാജുവിന്റെ പ്രായം 24 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. രാമുവിന്റെ പ്രായം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 45 എന്ന് കണ്ടുപിടിച്ച് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 69 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 9 തന്നെയാണ്. 9ന് തൊട്ട് താഴെ 9ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ ഞാൻ 3 ഇട്ട് കൊടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? രാജുവിന്റെയും രാമുവിന്റെയും പ്രായങ്ങളുടെ തുകയായതുകൊണ്ട് രാജുവിന്റെ ഇപ്പോഴത്തെ പ്രായത്തിന് ആനുപാതികമായ റേഷ്യോ 8ഉം രാമുവിന്റെ 15 തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 23 കിട്ടുന്നു. 23 കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 പ്രാവശ്യം കിട്ടുന്നു. 3 × 23 എന്ന് പറയുന്നത് നമുക്ക് 69 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ രാമുവിന്റെയും രാജുവിന്റെയും ഇപ്പോഴത്തെ പ്രായങ്ങളുടെ തുക നമുക്ക് 69 എന്ന് കിട്ടി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 9 വർഷങ്ങൾക്ക് ശേഷമുള്ള രാജുവിന്റെ പ്രായം എന്ത്? ഈ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ നമുക്ക് 2 മാർഗങ്ങളുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന ഹിന്റ് എന്ന് പറയുന്നത് 9 വർഷമാണ്. 9ന് തൊട്ട് താഴെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ 3 ആനുപാതിക റേഷ്യോ ഞാൻ 3 ഇട്ട് കൊടുത്തു. നമുക്ക് രാജുവിന്റെ 9 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രായം കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 8 കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യം നമുക്ക് എന്ത് കിട്ടുന്നു? 3 × 8 24. 24 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴത്തെ വയസ്സാണ്. നമുക്ക് എന്താണ്? 9 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ കൂടെ 9 ആഡ് ചെയ്യുന്നു. നമുക്ക് 33 എന്ന ആൻസർ കിട്ടുന്നു. അപ്പോൾ 9 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സ് 33 എന്ന് കിട്ടുന്നു. എന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കാം. 9ന്റെ ആനുപാതികമായിട്ട് റേഷ്യോ എന്ന് പറയുന്നത് 3 തന്നെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 9 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സാണ്. നോക്കാം. ഇതെന്ന് പറയുന്നത് എന്താണ്? 11:18 എന്ന് പറഞ്ഞാൽ 9 വർഷങ്ങൾക്ക് ശേഷം അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധമാണ്. അപ്പോൾ 9 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ പ്രായത്തിന് ആനുപാതികമായ റേഷ്യോ എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 11 കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആയി. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടുന്നു. 3 × 11 എന്ന് പറയുന്നത് നമുക്ക് 33 എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും.
6 വർഷങ്ങൾക്ക് മുമ്പ് ദൃശ്യന്റെയും ദീപുവിന്റെ വയസ്സുകൾ 3:1 എന്ന അംശബന്ധത്തിലാണ്. 6 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകൾ 5:3 എന്ന അംശബന്ധത്തിലാകും എങ്കിൽ ദൃശ്യന്റെ ഇന്നത്തെ പ്രായം എന്ത്? പറഞ്ഞിരിക്കുന്ന അംശബന്ധം 3:1. അതെന്താണ്? 6 വർഷങ്ങൾക്ക് മുൻപ്. ഇന്ന് അയാൾ പറയുന്നു 6 വർഷങ്ങൾക്ക് മുമ്പ് 3:1 ആണ്, 6 വർഷങ്ങൾക്ക് ശേഷമായാൽ അത് 5:3 ആവും. നോക്കാം, ഈ വയസ്സിൽ നിന്ന് ഈ വയസ്സെത്താൻ വേണ്ടി നമുക്ക് എത്ര വയസ്സ് കൂട്ടേണ്ടി വരും? ഞാനൊരു എക്സാമ്പിൾ പറയാം. 6 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വയസ്സ് 10 ആണ്. 6 വർഷം കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് എന്താവും? ഓക്കെ, ഞാൻ പറയാം. 6 വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുന്നത് എൻ്റെ വയസ്സ് 10 ആണെങ്കിൽ ഇന്നത്തെ എൻ്റെ വയസ്സ് എന്തായിരിക്കണം? 16 ആയിരിക്കണം. 6 വർഷം കഴിയുമ്പോൾ എൻ്റെ വയസ്സ് എന്താവും? 22 ആവും. അപ്പോൾ 10ൽ നിന്ന് 22 എത്താൻ വേണ്ടി എനിക്ക് എന്താണ്? 12 വയസ്സ് കൂട്ടേണ്ടി വരും. അതായത് ഇവിടെ ഒരു 6 വയസ്സുണ്ട്, ഇവിടെ ഒരു 6 വയസ്സുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാ? 12 വയസ്സ്. അതായത് 6 വർഷത്തിന് മുൻപുള്ള വയസ്സിൽ നിന്ന് 6 വർഷത്തിന് ശേഷമുള്ള വയസ്സ് കിട്ടാൻ വേണ്ടി എനിക്ക് 12 വയസ്സ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വയസ്സിൽ നിന്ന് ഈ വയസ്സ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും 12 എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, 12 എന്ന് പറയുന്നത് 12ന് ആനുപാതികമായിട്ട് റേഷ്യോ നോക്കാം. 5 - 3 എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടി? 2 കിട്ടി. 3 - 1 എന്ന് പറയുന്നത് എന്താണ്? 2 കിട്ടി. അപ്പോൾ 12ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദൃശ്യന്റെ ഇന്നത്തെ പ്രായമാണ്. ദൃശ്യന്റെ ഇന്നത്തെ പ്രായം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമുക്ക് കണ്ടുപിടിക്കാൻ 2 അംശബന്ധം മാത്രമേ ഇവിടെ ഉള്ളൂ. എന്താണ്? ഒന്നുകിൽ 6 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സ് കണ്ടുപിടിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ 6 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സ് കണ്ടുപിടിക്കാം. നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് 6 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എന്താണ്? ദൃശ്യന്റെ വയസ്സായതുകൊണ്ട് എന്താണ്? ദൃശ്യന്റെ വയസ്സിന് ആനുപാതികം റേഷ്യോ 3 കൊണ്ട് ഗുണിക്കുന്നു. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 12/2 എന്ന് പറയുന്നത് 6 ആണ്. 6 × 3 എനിക്ക് എന്താണ്? 18 എന്ന് കിട്ടുന്നു. ഈ 18 എന്ന് പറയുന്നത് എന്താണ്? 6 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ കൂടെ 6 കൂട്ടുന്നു. 18 + 6 എന്ന് പറയുന്നത് എന്താണ്? 24 എന്ന് കിട്ടും. അപ്പോൾ ഇന്നത്തെ വയസ്സ് 24 കിട്ടി. നമുക്ക് നോക്കാം, 5 ആണ് നമുക്ക് എടുത്തിരുന്നെങ്കിൽ നോക്കാം. 12/2 എന്ന് പറയുന്നത് എന്താണ്? 12ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ തന്നെയാണ്. ഇനി ദൃശ്യന്റെ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ 3ന് പകരം 5 ആണ് എടുത്തിരുന്നുവെങ്കിൽ 5 എന്ന് പറയുന്നത് എന്താണ്? ദൃശ്യന്റെ 6 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സിന് ആനുപാതികമായിട്ട് റേഷ്യോ ആണ്. അപ്പോൾ നോക്കാം, 12/2 എന്ന് പറയുന്നത് 6 തന്നെയാണ്. 6 × 5 എനിക്ക് എത്ര കിട്ടി? 30 കിട്ടി. ഈ 30 എന്ന് പറയുന്നത് എന്താണ്? 6 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സാണ്. നമുക്ക് ഇന്നത്തെ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 6 വർഷം കുറച്ചാൽ മതി, 6 വയസ്സ് കുറച്ചാൽ മതി. അപ്പോൾ 30 - 6 എന്ന് പറയുന്നത് എന്താണ്? 24 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2 പോർഷൻ എടുത്താലും നമുക്ക് എന്താണ്? ആൻസർ ഒന്നുപോലെ തന്നെ കിട്ടും. നമ്മൾ എന്താണ്? ക്വസ്റ്റ്യനിലേക്ക് വരിക എങ്ങനെയാണ്? 6 വർഷങ്ങൾക്ക് മുൻപാണോ 6 വർഷങ്ങൾക്ക് ശേഷമാണോ എന്ന് നോക്കി കറക്റ്റ് ആയിട്ട് നമ്മൾ ആൻസർ കണ്ടെത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, 10 വർഷങ്ങൾക്ക് മുമ്പ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങായിരുന്നു അച്ഛന്റെ പ്രായം. 8 വർഷം കഴിഞ്ഞാൽ അവരുടെ പ്രായങ്ങൾ 4:7 എന്ന അംശബന്ധത്തിലാകും എങ്കിൽ അച്ഛന്റെ ഇന്നത്തെ പ്രായം എന്ത്? ആൻസറിലേക്ക് കിടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു 10 വർഷങ്ങൾക്ക് മുൻപ് മകന്റെ വയസ്സിന്റെ 4 മടങ്ങാണ് അച്ഛന്റെ പ്രായം. അപ്പോൾ മകന്റെ വയസ്സിന്റെ 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അംശബന്ധം എങ്ങനെ എടുക്കും? 1:4 എന്ന് എടുക്കും അല്ലേ? മകന്റെ വയസ്സിന്റെ 3 മടങ്ങാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? 1:3 എന്ന് എടുക്കും. മകന്റെ വയസ്സിന്റെ 2 മടങ്ങാണെങ്കിൽ നമ്മൾ എന്തെടുക്കും? 1:2 എന്ന് എടുക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മകന്റെ വയസ്സിന്റെ 4 മടങ്ങായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അംശബന്ധം 1:4 എന്ന് എടുക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 8 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകൾ തമ്മിലുള്ള അംശബന്ധം 4:7 ആകുമെങ്കിൽ അച്ഛന്റെ ഇന്നത്തെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഈ 10 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സിൽ നിന്ന് ഇന്നത്തെ വയസ്സ് കിട്ടാൻ വേണ്ടി ഞാൻ 10 വയസ്സ് കൂട്ടണം. ഇന്നത്തെ വയസ്സിൽ നിന്ന് 8 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സ് കിട്ടാൻ വേണ്ടി 8 വയസ്സ് കൂട്ടണം. അപ്പൊ ടോട്ടൽ ഈ വയസ്സിൽ നിന്ന് 10 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സിൽ നിന്ന് ഇന്നത്തെ വയസ്സ് കിട്ടാൻ വേണ്ടി ഞാൻ ടോട്ടൽ 18 വയസ്സ് കൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. അപ്പോൾ 18 ഞാൻ കൊടുത്തു. 18ന് തൊട്ട് താഴെ 18ന് ആനുപാതികമായിട്ട് റേഷ്യോ ഞാൻ 3 കൊടുത്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അച്ഛന്റെ ഇന്നത്തെ പ്രായമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ പ്രായം കണ്ടുപിടിക്കാൻ സാധ്യമല്ല. നമുക്ക് 10 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സ് ആദ്യം കണ്ടുപിടിക്കാം. 10 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സിന് ആനുപാതികം റേഷ്യോ എന്ന് പറയുന്നത് 4 ആണ്. ഞാൻ 4 കൊണ്ട് ഗുണിക്കുന്നു. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എനിക്ക് 6 കിട്ടുന്നു. 6 × 4 എന്ന് പറയുന്നത് 24 എന്ന് കിട്ടുന്നു. 24 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു?
24ന്റെ കൂടെ 10 കൂട്ടുന്നു, ആൻസർ 34 എന്ന് കിട്ടും. അപ്പോൾ അച്ഛന്റെ ഇന്നത്തെ പ്രായം നമുക്ക് എന്തോ കിട്ടി? 34 എന്ന് കിട്ടി. ഇവിടെ അംശബന്ധം 7 ആണ് എടുത്തിരുന്നുവെങ്കിൽ 18ന്റെ പോർഷൻ എന്ന് പറയുന്നത് 3 തന്നെയാണ്. ഞാൻ എന്താണ് അച്ഛന്റെ പ്രായത്തിന് ആനുപാതികം റേഷ്യോ ഞാൻ 7 കൊടുത്തു എന്ന് വിചാരിക്കുക. 7 എന്ന് പറയുന്നത് എന്താണ്? 8 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രായത്തിന് ആനുപാതികം റേഷ്യോ ആണ്. അതുകൊണ്ട് നമ്മൾ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ എനിക്ക് കിട്ടുക 8 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സാണ്. 18നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 6 എന്ന് കിട്ടുന്നു. 6 ഗുണനം 7 എന്ന് പറയുന്നത് നമുക്ക് 42 എന്ന് കിട്ടുന്നു. ഈ 42 എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 വർഷങ്ങൾക്ക് ശേഷമുള്ള പ്രായമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്നത്തെ പ്രായമായതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു, ഇതിന്റെ കൂടെ 8 മൈനസ് ചെയ്യുന്നു. 8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു? 34 എന്ന് കിട്ടുന്നു. ആൻസർ 34. രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെ കിട്ടും. നമുക്ക് ആൻസർ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പോവുക. 5 വർഷങ്ങൾക്ക് മുമ്പ് 2 സഹോദരങ്ങളുടെ വയസ്സുകൾ 5:6 എന്ന അംശബന്ധത്തിലാണ്. 5 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വയസ്സുകൾ 7:8 എന്ന അംശബന്ധത്തിലാകും എങ്കിൽ ഇന്നത്തെ അവരുടെ വയസ്സുകളുടെ തുക എന്ത്? നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. 5 വർഷങ്ങൾക്ക് മുൻപും 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ വയസ്സിൽ നിന്ന് ഈ വയസ്സ് കിട്ടാൻ വേണ്ടി നമുക്ക് 10 കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് 10 ആണ് ഇവിടെ തന്നിരിക്കുന്ന ഹിന്റ്. 10ന് തൊട്ട് താഴെ 10ന് ആനുപാതികമായിട്ട് റേഷ്യോ ഇട്ട് കൊടുക്കുന്നു. എങ്ങനെയാ? 7 - 5 നോക്കാം, എത്രയാ? 2. 8 - 6 എന്ന് പറയുന്നത് 2. അപ്പോൾ 10 ആനുപാതിക റേഷ്യോ എന്ന് പറയുന്നത് 2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് എന്താണ്? അവരുടെ വയസ്സുകളുടെ തുകയാണ് അല്ലേ? ഇവിടെയാണ് എല്ലാവർക്കും തെറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അവരുടെ വയസ്സുകളുടെ തുകയെന്ന് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്നത്തെ വയസ്സുകളുടെ തുകയാണ്. നമുക്ക് എന്താ ചെയ്യാം? 5 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ വയസ്സുകളുടെ തുക ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെയാ? 5 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വയസ്സുകളുടെ തുകയ്ക്ക് ആനുപാതിക റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 2. ഈ 2 സഹോദരങ്ങളുടെ വയസ്സുകളുടെ തുകയ്ക്ക് തുല്യമാണ് 5 വർഷങ്ങൾക്ക് മുമ്പ്. 5 + 6 എന്ന് പറയുന്നത് എന്താണ്? 11 ആണ്. അപ്പോൾ 11 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5. 5 × 11 55 എന്ന് കിട്ടുന്നു. ഈ 55 എന്ന് പറയുന്നത് എന്താണ്? 5 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സുകളുടെ തുകയാണ്. അപ്പോൾ ഇന്നത്തെ അവരുടെ വയസ്സുകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത് ചെയ്യുന്നു. എല്ലാവരും ചെയ്യുക. 5 വർഷങ്ങൾക്ക് മുമ്പ് 55 ആണെങ്കിൽ ഇന്നത്തെ വയസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 55ന്റെ കൂടെ 5 കൂട്ടി 60 എഴുതും. അത് തെറ്റാണ്. എന്ന് പറഞ്ഞാല് നമുക്ക് അവരുടെ വയസ്സുകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. തുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ 5 മാത്രമല്ല കിട്ടുക. 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു സഹോദരന്റെ വയസ്സാണ് അല്ലേ? ഒരു സഹോദരൻ 5 വയസ്സ് കൂടും, മറ്റേ സഹോദരനും എന്താണ്? 5 വയസ്സ് കൂടും. അപ്പോൾ ടോട്ടൽ നമ്മൾ എന്താ കൂട്ടേണ്ടേ? 10 കൂട്ടുന്നു. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നു. 55 + 10 എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നു? 65 എന്ന് കിട്ടുന്നു. അപ്പോൾ ഇന്നത്തെ അവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് നമുക്ക് എന്തോ കിട്ടി? 65 എന്ന് കിട്ടുന്നു. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാവരും 5 കൂട്ടുന്നു. 5 എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ എന്തോ ചെയ്യുന്നു? 2 സഹോദരങ്ങളുടെയും വയസ്സുകൾ കൂട്ടണം. 5 + 5 എന്ന് പറയുന്നത് എന്താണ്? 65 കിട്ടുന്നു. മകന്റെ വയസ്സിന്റെ 2 മടങ്ങാണ് അച്ഛന്റെ പ്രായം. 20 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സിന്റെ 12 മടങ്ങാവും അച്ഛന്റെ പ്രായമെങ്കിൽ അച്ഛന്റെ ഇന്നത്തെ പ്രായം എന്ത്? നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. മകന്റെ വയസ്സിന്റെ 2 മടങ്ങാണ് അച്ഛന്റെ പ്രായം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ അംശബന്ധം 1:2 എടുക്കും. 20 വർഷങ്ങൾക്ക് ശേഷം മകന്റെ വയസ്സിന്റെ 12 മടങ്ങാണ് അച്ഛന്റെ പ്രായം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അംശബന്ധം ഞാൻ 1:12 എന്ന് എടുക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഹിന്റ് എന്ന് പറയുന്നത് 20 ആണ്. അതായത് ഈ വയസ്സിൽ നിന്ന് ഈ വയസ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് 20 കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 20ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ നമ്മൾ കൊടുക്കുന്നു. 20ന് ആനുപാതിക റേഷ്യോ നമ്മൾ തൊട്ട് താഴെ കൊടുക്കുന്നു. നോക്കാം. 1 - 1 എന്ന് പറയുന്നത് നമുക്ക് എന്തോ കിട്ടുന്നു? 0 കിട്ടുന്നു. 12 - 2 എന്ന് പറയുന്നത് നമുക്ക് 10 കിട്ടുന്നു. അപ്പോൾ 20ന് തൊട്ട് താഴെ നമുക്ക് 0 ഇടാൻ സാധിക്കില്ല, 10 ഇടാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ടും 2 സംഖ്യകളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു മെത്തേഡ് ചെയ്യുന്നത്, അതായത് ഇവിടുത്തെ അംശബന്ധങ്ങളുടെ വ്യത്യാസം എടുക്കുന്നു. 12 - 1 എന്ന് പറയുന്നത് നമുക്ക് 11 എന്ന് കിട്ടുന്നു. ഈ 11നെ ഞാൻ മേളിലെ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുന്നു. 1 × 11 എനിക്ക് 11 എന്ന് കിട്ടുന്നു. 1 × 2 എന്ന് പറയുന്നത് 22 എന്ന് കിട്ടും. 11 × 2 എന്ന് പറയുന്നത് 22 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു അംശബന്ധമായി എന്താണ്? 11:22. നോക്കാം. 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിന് തുല്യം തന്നെയാണ് 11:22. ഇനി നമ്മൾ വ്യത്യാസം എടുക്കുന്നു. 11 - 1 എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് കിട്ടുന്നു. 22 - 12 എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് കിട്ടുന്നു. അപ്പോൾ അംശബന്ധ വ്യത്യാസം സെയിം ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? 20ന് തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? 20ന് ആനുപാതിക റേഷ്യോ നമ്മൾ ഇവിടെ പുതിയത് കിട്ടി 10 എന്ന് നമ്മൾ കൊടുക്കുന്നു.
ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതുകൊണ്ട് ഗുണിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നത് എന്താണ്? അച്ഛന്റെ ഇന്നത്തെ പ്രായമാണ്. അച്ഛന്റെ ഇന്നത്തെ പ്രായം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനി നമ്മൾ ഈ അംശബന്ധം നമ്മൾ എടുക്കത്തില്ല. നമുക്ക് പുതിയൊരു അംശബന്ധം 11:22 ആയി. അപ്പോൾ നമുക്ക് അച്ഛന്റെ ഇന്നത്തെ പ്രായം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അച്ഛന്റെ ആനുപാതിക റേഷ്യോ 22 കൊടുക്കുന്നു. ആൻസർ ആയി നമുക്ക് എന്ത് ചെയ്യുന്നു? 10നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 പ്രാവശ്യം കിട്ടുന്നു. 2 ഗുണനം 22 എന്ന് പറയുന്നത് നമുക്ക് 44 എന്ന് കിട്ടുന്നു. അപ്പോൾ അച്ഛന്റെ ഇന്നത്തെ പ്രായം 44 എന്ന് കിട്ടുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒന്നിന്റെ അംശബന്ധ വ്യത്യാസം നമ്മൾ എടുക്കുന്നു. മേളിൽ നമ്മൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നമുക്ക് എന്താണ്? അംശബന്ധ വ്യത്യാസം സെയിം ആകുന്നു. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. 10 വർഷങ്ങൾക്ക് മുമ്പ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു അച്ഛന്റെ പ്രായം. 10 വർഷം കഴിഞ്ഞാൽ മകന്റെ വയസ്സിന്റെ 2 മടങ്ങാവും അച്ഛന്റെ പ്രായം എങ്കിൽ അച്ഛന്റെ ഇന്നത്തെ പ്രായം എന്ത്? ഇവിടെ 10 വർഷങ്ങൾക്ക് മുമ്പ് മകന്റെ വയസ്സിന്റെ 3 മടങ്ങാണ് അച്ഛന്റെ പ്രായം. അപ്പോൾ നമ്മൾ എന്താ എടുക്കും? 1:3 അംശബന്ധമായിട്ട് എടുക്കും. 10 വർഷങ്ങൾക്ക് ശേഷം എന്താണ്? മകന്റെ വയസ്സിന്റെ 2 മടങ്ങാവും അച്ഛന്റെ പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ 1:2 എന്ന് എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 10 വർഷം ടോട്ടൽ നമുക്ക് 20 വർഷം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 20ന് തൊട്ട് താഴെ 20ന് ആനുപാതികമായിട്ടുള്ള റേഷ്യോ കൊടുക്കും. നമ്മൾ നോക്കുമ്പോൾ 1 - 1 എന്ന് പറയുന്നത് 0 കിട്ടും. 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 കിട്ടും. അപ്പോൾ നമുക്ക് 0 ഇടാൻ പറ്റത്തില്ല, 2 ഇടാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അംശബന്ധ വ്യത്യാസം സെയിം ആക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 2 - 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. 1 കൊണ്ട് 1നെയും 3നെയും ഗുണിക്കുമ്പോൾ നമുക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടത്തെ അംശബന്ധ വ്യത്യാസം എടുക്കുന്നു. 3 - 1 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 2 ഗുണനം 1 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടുന്നു. 2 ഗുണനം 2 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പുതിയൊരു അംശബന്ധം കിട്ടി 2:4. 2:4 എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ്. ഇനി നമുക്ക് അംശബന്ധ വ്യത്യാസം നോക്കാം. ഈ 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് അംശബന്ധ വ്യത്യാസം 1 കിട്ടുന്നു. ഈ 4ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ അംശബന്ധ വ്യത്യാസം 1 എന്ന് കിട്ടുന്നു. അപ്പോൾ 20ന് തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നു? 20ന് ആനുപാതിക റേഷ്യോ ഞാൻ 1 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് അച്ഛന്റെ പ്രായമാണ്. അച്ഛന്റെ ഇന്നത്തെ പ്രായം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യം 3 കൊണ്ട് ഗുണിക്കാം. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ എന്താണ്? 10 വർഷങ്ങൾക്ക് മുൻപുള്ള വയസ്സാ കിട്ടുക. അപ്പോൾ നോക്കാം. 20 ഗുണനം 3 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 60 കിട്ടി. 60 എന്ന് പറയുന്നത് 10 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വയസ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 60ന്റെ കൂടെ 10 കൂട്ടുന്നു. ആൻസർ 70 എന്ന് കിട്ടുന്നു. അപ്പോൾ അച്ഛന്റെ ഇന്നത്തെ വയസ്സ് എന്താണ്? 70 എന്ന് കിട്ടുന്നു. നമുക്ക് അംശബന്ധ വേറെ ഇട്ട് നോക്കാം. 20/1 തന്നെയാണ്. 20ന്റെ പോർഷൻ 1 തന്നെയാണ്. അച്ഛന്റെ പ്രായത്തിന് പകരം ഞാൻ എന്ത് കൊടുത്തു? 4 കൊടുത്തു. 4 കൊടുക്കുമ്പോൾ 20 ഗുണനം 4 എന്ന് പറയുന്നത് നമുക്ക് 80 കിട്ടുന്നു. ഈ 80 എന്ന് പറയുന്നത് എന്താണ്? 10 വർഷങ്ങൾക്ക് ശേഷമുള്ള വയസ്സാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്നത്തെ പ്രായമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 10 വയസ്സ് കുറയ്ക്കുന്നു. 80 - 10 എന്ന് പറയുന്നത് നമുക്ക് ആൻസർ 70 എന്ന് കിട്ടുന്നു. അപ്പോൾ 2 അംശബന്ധം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ 70 എന്ന് കിട്ടുന്നു. അപ്പോൾ അച്ഛന്റെ ഇന്നത്തെ പ്രായം 70 എന്ന് കിട്ടുന്നു. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് അംശബന്ധവും അനുപാതത്തിലെ വയസ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവേത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ